ഹലോ, നമ്മുടെ മാക്രോ എക്കണോമിക്സിന്റെ ചാപ്റ്റർ 4 ആണ് തിയറി ഓഫ് ഫേം ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് സപ്ലൈ കർവിന്റെ ഫാക്ടേഴ്സ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്: സ്റ്റേറ്റ് ഹൗ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് എഫക്ട് ദ സപ്ലൈ കർവ് ഓഫ് ദ ഫേം. ഒരു ഫേമിന്റെ സപ്ലൈ കർവിനെ ടെക്നോളജിക്കൽ പ്രോഗ്രസും അതുപോലെ തന്നെ റൈസ് ഇൻ ഇൻപുട്ട് പ്രൈസും, ഇൻപുട്ടുകളുടെ പ്രൈസ് ഉണ്ടാകുന്ന റൈസും എങ്ങനെ എഫക്ട് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ടെക്നോളജിക്കൽ ടെക്നോളജിയിൽ വരുന്ന പ്രോഗ്രസ് ഒരു ഫേമിന്റെ സപ്ലൈ കർവിനെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? അഫക്ട് ദ സപ്ലൈ കർവ് ഓഫ് എ ഫേം വിൽ ഷിഫ്റ്റ് ടു ഡൗൺവേർഡ്സ്. ഒരു ഫേമിന്റെ സപ്ലൈ കർവ് ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഒരു ഫേമിന്റെ സപ്ലൈ കർവ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് കാരണം ഡൗൺവേർഡിലേക്ക് നീങ്ങും. ഒരു ഫേമിന്റെ സപ്ലൈ കർവ് എന്ത് സംഭവിക്കും? ഡൗൺവേർഡിലേക്ക് നീങ്ങുന്നു. ഇതാണ് സപ്ലൈ കർവ് എങ്കിൽ അത് താഴേക്ക് ഡൗൺവേർഡ് നീങ്ങുന്നു, അതായത് റൈറ്റിലേക്ക് നീങ്ങുന്നു. റൈറ്റിലേക്ക് നീങ്ങുന്നു പറഞ്ഞാൽ എന്താണ്? സപ്ലൈ കൂടി, ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ കൂടി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ബിക്കോസ് എ ഫേം ക്യാൻ പ്രൊഡ്യൂസ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് യൂസിങ് ഫ്യൂവർ ഇൻപുട്ട് വിത്ത് ഇംപ്രൂവ് ടെക്നോളജി. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ടെക്നോളജിയിൽ നിന്ന് വളരെ ഇംപ്രൂവ്ഡ് ടെക്നോളജിയിലേക്ക് മാറുമ്പം, ഒരു ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിലേക്ക് മാറുമ്പം, അപ്ഡേറ്റഡ് ടെക്നോളജിയിലേക്ക് മാറുമ്പം നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത അതേ ക്വാണ്ടിറ്റി തന്നെ ഫ്യൂവർ ഇൻപുട്ട് യൂസ് ചെയ്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് 1000 യൂണിറ്റ് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തു 2000 റോ മെറ്റീരിയൽ ഉപയോഗിച്ചെങ്കിൽ ഇനി മുതൽ 1000 യൂണിറ്റ് എത്രയാണ്? 1000 യൂണിറ്റ് ഇൻപുട്ട് യൂസ് ചെയ്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഫ്യൂവർ ഇൻപുട്ട് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതുമൂലം മാർജിനൽ കോസ്റ്റ് ഒരു ഫേമിന്റെ കുറയുന്നു. അപ്പം ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഒരു ഫേമിന്റെ സപ്ലൈ കർവിനെ ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്താണ് പ്രൈസ് ഓഫ് ഇൻപുട്ട്. ഇൻപുട്ടിന്റെ പ്രൈസ് ഒരു ഫേമിന്റെ സപ്ലൈ കർവിനെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? An increase in price of an input will shift the marginal cost curve upward. അതായത് പ്രൈസ് ഓഫ് ഇൻപുട്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ടുകളുടെ പ്രൈസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു ഫേമിന്റെ മാർജിനൽ കോസ്റ്റ് അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഒരു ഫേമിന്റെ മാർജിനൽ കോസ്റ്റ് അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇതുമൂലം സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് നീങ്ങുന്നു. സപ്ലൈ കർവ് റൈറ്റിലേക്ക് നീങ്ങിയാൽ ക്വാണ്ടിറ്റി സപ്ലൈ കൂടുന്നു. സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് നീങ്ങുമ്പോൾ എന്താണ്? സപ്ലൈ കുറയുന്നു. അപ്പൊ ഒരു ഫേമിന്റെ ഇൻപുട്ടുകളുടെ പ്രൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വിച്ച് നെഗറ്റീവ്ലി എഫക്ട്, അല്ലെ? ഒരു ഫേമിന്റെ സപ്ലൈയെ നെഗറ്റീവ്ലി ആണ് എഫക്ട് ചെയ്യുന്നത്. ഈ രണ്ട് പോയിന്റ് പഠിക്കണം. മൂന്നാമതൊരു പോയിന്റ് ഉണ്ട്, ടാക്സേഷന്റെ കാര്യം, അല്ലെ? ടാക്സിന്റെ കാര്യവും ഇത് പ്രൈസ് ഓഫ് ഇൻപുട്ടിന്റെ കേസ് തന്നെയാണ്, നെഗറ്റീവ്ലി ആണ് എഫക്ട് ചെയ്യുന്നത്. 3 പോയിന്റ്സ് ഉണ്ട്. ഏതെങ്കിലും 2 മിനിമം നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം. എക്സാമിന് 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ സെറ്റായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.